Good morning all. Good morning, ma'am. Good morning. Morning, ma'am. Good morning. നമുക്ക് 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം, ചിലപ്പോ 30 ആവാൻ നിൽക്കുക. Hello, good morning all. Good morning, ma'am. Good morning. Okay. നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് കണ്ടിന്യൂഷൻ നമുക്കുണ്ട്. എല്ലാവരുടെ കയ്യിലും ആ PDF ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും എടുത്ത് വെക്കുക. ഒപ്പം നിങ്ങൾ ലാബർ റൂമിന്റെയും കൂടി കരുതി വെക്കുക. നമുക്കിത് കഴിയുമ്പോൾ ലാബർ റൂമിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ നോക്കാം. എന്തായാലും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അധികം ഇല്ല എടുക്കാനായിട്ട്. അതുകൂടി എടുത്ത് വെക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെ വായിച്ചു നോക്കിയായിരുന്നോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ? അതിന്റെ PDF ഒക്കെ അത്യാവശ്യം നിങ്ങൾ വായിച്ചത് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ എന്താ പറയാ മനസ്സിലാക്കി പോകാൻ പറ്റിയായിരുന്നോ? കുഴപ്പമില്ലാതെ പറയുന്നുണ്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് എന്താ പറയാ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാല്ലേ? എല്ലാവരും കുഴപ്പമില്ലാന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ മ്യൂട്ടല്ലേ എല്ലാവരുടെയും? മൈക്രോഫോണോ നിങ്ങളുടെ വോയിസ് മ്യൂട്ടല്ലേ? ഒന്ന് മെസ്സേജ് അയക്കാമോ? ഓക്കെ, ശരി. അല്ലാന്ന് പറയുന്നു, യെസ് എന്നും പറയുന്നുണ്ട്, എല്ലാന്നും പറയുന്നുണ്ടല്ലോ. ഓക്കെ, ശരി. അതെ, എനിക്കത് ആക്റ്റീവ് ആക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ആവാം. അതായത് നമ്മൾ എവിടെ വരെ എടുക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഹൈറാർക്കിയുടെ നഴ്സിംഗ് എന്താണ് ഹൈറാർക്കി സിസ്റ്റം അനുസരിച്ച് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ടോപ്പിലുള്ളത് എന്താണ്? നഴ്സിംഗ് ഡയറക്ടറാണ്, ദെൻ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഉണ്ട്, പിന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്, ഇൻചാർജ് ഉണ്ട്, സ്റ്റാഫ് നഴ്സ് ഉണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂവേഷൻ എന്താ പറയാ, നെക്സ്റ്റ് ഇതിലും കുറച്ച് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ഓൾമോസ്റ്റ് നമുക്കറിയാം ടോപ്പിലുള്ള വ്യക്തികളാണ് അവരെ ഡയറക്ട് ചെയ്യുന്നതും. മെസ്സേജ് ഞാൻ വായിച്ചില്ലായിരുന്നു. എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം.
എന്താണ് നമ്മള് ടോപ്പിലുള്ള വ്യക്തികളാണ് കൂടുതലായിട്ടും ഡയറക്റ്റ് ചെയ്യുന്നതും അതേമാതിരി തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമുക്ക് താഴേക്ക് നോക്കാം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് അല്ലെ, നമ്മുടെ നെക്സ്റ്റ് ഇതിലുള്ള വ്യക്തി എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അപ്പൊ അതോടെയാണ് നമുക്ക് എടുക്കാറുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു മേഖലയാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. നോക്കാം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. He or she will be responsible for management and supervision of nursing services of the different departments of the hospital. അതായത് നമ്മൾ ഇതിലും പറയുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് കമാൻഡ് അല്ലെ, അടുത്തതായിട്ട് കൂടുതൽ അധികാരമുള്ള ഒരു പേഴ്സൺ. നഴ്സിംഗ് ഡയറക്ടറിന് ശേഷം അധികാരമുള്ള ഒരു നഴ്സിംഗ് മേഖലയിലുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. നമുക്ക് അതിന്റെ ഹൈറാർക്കി കാണുമ്പോൾ മനസ്സിലാവും. അത് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് പറയുന്നത്. Then next sentence എന്താ പറയുന്നത്? He or she will be responsible for management and supervision of nursing services of the different department of the hospital. അതായത് അദ്ദേഹമാണ് എന്താ മാനേജ് ചെയ്യുന്നത് അല്ലെ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലുള്ള എല്ലാ തരത്തിലുള്ള നഴ്സിംഗിന്റെ മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്, അതായത് മേൽനോട്ടം വഹിക്കുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത് മേലധികാരികള്, അതായത് അവര് ചെയ്യേണ്ട ഡ്യൂട്ടികളെല്ലാം അവർക്ക് കൊടുത്തിട്ട് അവർ ശരിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവിഷൻ നടത്തുന്നത് ആരാണോ? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണെന്ന് പറയുന്നു. നെക്സ്റ്റ് പറയുന്നു, ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദ നഴ്സിംഗ് ആക്ടിവിറ്റി he or she will help the nursing director and act as a director in the absence of the nursing director. അതായത് നമ്മളൊക്കെ അറിയാമല്ലേ, നമ്മുടെ മേലധികാരികൾക്ക് കീഴിലാണ് സപ്പോർട്ടിംഗ്, അതായത് താഴെയുള്ള ഒരു വ്യക്തിയാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ മേലധികാരിയായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ എന്താണ് നമ്മൾ പറഞ്ഞത്? ഡയറക്ടർ. അപ്പൊ ആ ഡയറക്ടർ ആവശ്യമായ അസിസ്റ്റന്റ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് എന്താണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് തയ്യാറായിരിക്കണം. ഇൻ കേസ് ഡയറക്ടറിന്റെ ആബ്സെൻസ് വരുന്ന ടൈമില് ചിലപ്പോൾ ചില കാര്യങ്ങളിലെല്ലാം ഡയറക്ടറിന്റെ സ്ഥാനം വഹിച്ചുകൊണ്ട്, അതായത് ആ ഒരു ആബ്സെൻസിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഡയറക്ട് ചെയ്തുകൊണ്ട് ഡയറക്ടർ ആരെ വിടും? നഴ്സിംഗ് സൂപ്രണ്ടന്റിനെ വിടും. അപ്പൊ അദ്ദേഹമാണ് അവിടെ പോയി ആ ഡയറക്ടറിന്റേതായിട്ടുള്ള ചുമതലകളെല്ലാം നിർവഹിക്കേണ്ടി വരിക എന്നുള്ളതും കൂടിയാണ് ഇതില് പറയുന്നത്. അപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഡയറക്ടറിന് താഴെയുള്ള ഒരു അത്രയും പദവിയുള്ള ഒരു പേഴ്സൺ ആണ്. അദ്ദേഹമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും അദ്ദേഹമാണ്. ഇൻ കേസ് ഡയറക്ടറിന്റെ ആബ്സെൻസ് വരികയാണെങ്കിൽ അവർ പറയുന്ന ഡ്യൂട്ടികൾ, അവർ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ കൂടി അവരുടെ അതേ പൊസിഷനിൽ തന്നെ ചെയ്യാനായിട്ട് നഴ്സിംഗ് സൂപ്രണ്ടന്റ് തയ്യാറായിരിക്കും. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ എന്നൊക്കെ പറയുന്നുണ്ട്. He or she will help the nursing director in his work. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റ് പോയിന്റ് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം എന്താണ് നഴ്സിംഗ് ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം അല്ലെ. അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അല്ലെ, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരിൽ നിന്ന് കളക്ട് ചെയ്ത് എത്തിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം വഹിച്ച വ്യക്തിയാണ്. Then accountable for master rotation of nurses. നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലാകുമ്പോൾ നഴ്സുമാർ ഒരുപാടുണ്ട്. അതേമാതിരി തന്നെ 24 hours വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നഴ്സുമാരുടെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് റൊട്ടേഷൻ ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ട്. അതായത് കാലത്ത് നൈറ്റ് ഡ്യൂട്ടി എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? നമ്മുടെ ഈ വ്യക്തിയാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. Then check and confirm the duty roster of staff nurses prepared by a nursing in charge. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? എന്താണ് നമ്മുടെ ഈ ഒരു ഹൈറാർക്കി നിങ്ങൾ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഡ്യൂട്ടീസ് എന്തായാലും മേലിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഒരു ഡ്യൂട്ടി. പിന്നെ എന്താണ് വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും അഡീഷണൽ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ ആ ഹൈറാർക്കി മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഏറ്റവും ടോപ്പിലുള്ളത് ഡയറക്ടർ ആണെന്നും ഇതിന്റെ നെക്സ്റ്റ് എന്നത് സൂപ്രണ്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ഇതിൽ അത് തന്നെ പറയുന്നത് check and confirm the duty roster of the staff nurses prepared by nursing in charge. അവരുടെ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തികൾ തരുന്ന രീതി അവർ നമുക്കറിയാലോ. നമ്മൾ നേരത്തെ എന്താ പറയുക ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഇതുകൾക്കും അല്ലെ, ഹോസ്പിറ്റലിലെ ഓരോ വാർഡിനൊക്കെ ഇൻചാർജ് ഉള്ള നഴ്സുമാരുണ്ടാവും. അപ്പൊ ആ നഴ്സുമാരായിരിക്കും കുറെ കാര്യങ്ങളൊക്കെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അത്തരത്തില് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തികളുടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൺഫേം ചെയ്ത് ഉറപ്പുവരുത്തുന്നത് സ്ഥിരീകരിക്കുന്നത് ആരാണ്?
വ്യക്തിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. എന്താണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ ഓർഗനൈസ്ഡ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. അപ്പൊ തന്നെ നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് എന്താണ്, എന്തെങ്കിലും സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടി വരികയാണ്. മീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്താണ് കൈകാര്യം ചെയ്യേണ്ടതും ഈ വ്യക്തിയുടെ കടമ തന്നെയാണ്. കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇൻ കേസ് എന്തെങ്കിലും പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക അല്ലെ, നമുക്കറിയാം ഇൻചാർജ് വഹിക്കുന്ന വ്യക്തികൾക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടാവും. അതേമാതിരി ഡയറക്ടറിന് ഗൈഡ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിരിക്കും. പക്ഷെ സൂപ്രണ്ടന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ എന്തെങ്കിലും പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ അവര് താഴെ നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ചെയ്തേക്കാതൊക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഡയറക്ടറിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് സൂപ്രണ്ടന്റ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് കീപ് ദ റെക്കോർഡ് സ്റ്റാഫ് സ്റ്റാറ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. എന്തെങ്കിലും എഡ്യൂക്കേഷനുമായ പ്രോഗ്രാമും കൂടി കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതോ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് ചില സ്ഥിതി വിവരണ കണക്കുകളൊക്കെ എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ, ഹോസ്പിറ്റലിന്റെ ഡെത്തുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ശിശുവിന്റെ നവജാത ശിശുക്കളുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇവർക്ക് എത്തിക്കേണ്ടതുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികളായിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യേണ്ടത് ആരാണ്, നമ്മുടെ സൂപ്രണ്ടന്റ് ആണ്. Then a supervisor neatness of the ward with the help of a nursing in charge. അവരുടെ ഹെൽപ്പ് നഴ്സിംഗ് ഇൻചാർജിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടെയെല്ലാം നന്നായിട്ട് തന്നെ നീറ്റ്നെസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. Then arrange and plan nursing care activities of the wards as per hospital policies and services. അതായത് എന്തെങ്കിലും ഹോസ്പിറ്റലിന്റേതായ പോളിസി നയങ്ങളും എന്തെങ്കിലും സേവനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റികളെല്ലാം നന്നായിട്ട് തന്നെ നല്ല നഴ്സിംഗ് കെയർ നല്ല അതൊരു സേവനത്തോടു കൂടിയാണ് നടപ്പാക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറേഞ്ച് ചെയ്യേണ്ടതും ആരാണ്, സൂപ്രണ്ടന്റ് ആണെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക. അപ്പൊ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തുവയ്ക്കുക. നമ്മുടെ മേലധികാരികളെ റെസ്പെക്ട് ചെയ്യേണ്ടതും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കേണ്ടതും ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ അതിന് താഴെ ഈ വ്യക്തിക്ക് താഴെയുള്ള എന്താണ് അടുത്ത പേഴ്സൺ എന്ന് പറയുന്നത് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. അപ്പൊ ഈ ഇൻചാർജ് ഉള്ള വ്യക്തിയുടേതായ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ സൂപ്പർവൈസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്താണ് സൂപ്രണ്ടന്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ ഓരോരോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സൂപ്പർവൈസറിന്റെ തലം ഉണ്ടാവും, നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തികളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ വ്യക്തികളും കൂടി കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇത് പഠിക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ. ഇതെല്ലാം കൂടി ഒന്നിച്ച് കുഴച്ച് വെക്കണ്ട, പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം നഴ്സിംഗ് സൂപ്പർവൈസർ എന്താന്ന് നോക്കാം. നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് ആസ് ദ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് ഈസ് എ പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം ആൻഡ് ഈസ് കൺസിഡേർഡ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരി തന്നെ ഒരു പൊസിഷനുള്ള വ്യക്തിയാണ്. നഴ്സിംഗ് എക്സിക്യൂട്ടീവിന്റെ പദവിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹമാണ് എന്താണ് ലീഡർഷിപ്പ് ടീം, ഒരു നഴ്സിംഗിനെ എല്ലാവരും ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പവറാണ് ശരിക്കും പറഞ്ഞ നഴ്സിംഗ് സൂപ്പർവൈസർ എന്നുള്ളത്. There is a nursing supervisor available around the clock. Nursing supervisor should always be ready to attend the patient either in a person or by way of a consultation on call capacity. Nursing superintendent oversees the nursing supervisors. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സൂപ്പർവൈസറിന്റെ മേലെയാണ് ഇപ്പൊ സൂപ്രണ്ടന്റ്. അപ്പൊ അവരെ ഒന്ന് കൈകാര്യം ചെയ്യാം, അവർ പറയുന്ന അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഇടയ്ക്കുള്ള സെന്റൻസിൽ എന്താ പറയുന്നത്, നഴ്സിംഗ് സൂപ്പർവൈസർ ഷുഡ് ഓൾവേസ് ബി റെഡി ടു അറ്റൻഡ് പേഷ്യന്റ്. എല്ലാ പേഷ്യന്റിനെയും അറ്റൻഡ് ചെയ്യാൻ അല്ലെ. ക്ലോക്ക് വൈസ് ആണ് പറയുന്നത്. there is a nursing supervisor available around the clock. അതായത് നമ്മൾ അറിയാം പേഷ്യൻസ് വരുന്നു, അപ്പൊ ഇവരെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് നഴ്സുമാര് കൈകാര്യം ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത റൊട്ടേഷൻ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പേഷ്യൻസ് അല്ലെ. അപ്പൊ അവരെ ഓരോരുത്തരെയും കണക്ട് ചെയ്ത് നഴ്സുമാരെയും അറേഞ്ച് ചെയ്യേണ്ട ഒരു സൂപ്പർവിഷൻ പോസ്റ്റാണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്നുള്ളത്. നെക്സ്റ്റ് ഇത് പറയുന്നു നഴ്സിംഗ് സൂപ്പർവൈസർ ഷുഡ് ഓൾവേസ് ബി റെഡി ടു അറ്റൻഡ് പേഷ്യന്റ് either in person or by way of a consultation in an all capacity. In case നമ്മൾ ചിലപ്പോഴെങ്കിൽ പേഴ്സൺ നേരിട്ട് വന്നായിരിക്കും പേഷ്യന്റിനെ കൊണ്ടുവന്ന് കണ്ടു. ഇൻ കേസ് ചിലപ്പോഴെങ്കിൽ കോൾ ചെയ്തിട്ടായിരിക്കും. പക്ഷെ നമ്മൾക്ക് എന്താണ് ആക്ച്വലി പേഷ്യൻസിന് ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യുകയും അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇവരെല്ലാം കണക്ട് ചെയ്ത് ഇത്ര നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലേ പേഷ്യൻസ് നഴ്സിനെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എത്ര പേഴ്സൺ എന്നുള്ള മൈൻഡോട് കൂടിയിട്ടല്ല, ആ പേഴ്സൺസിന് എത്രത്തോളം ചിലപ്പോ എന്താ പറയുക സെൽഫ് ആയിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കും, ചിലപ്പോ എന്തെങ്കിലും കിടപ്പ് രോഗികളായിരിക്കും. അപ്പൊ ആ പേഷ്യൻസിന്റെ നിലവാരം അനുസരിച്ചാണ് എന്ത് നഴ്സിനെ അഡോപ്റ്റ് ചെയ്യേണ്ടത്, നഴ്സ് എത്രത്തോളം വേണം എന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പൊ
അതാണ് പറയുന്നത്. നഴ്സിംഗ് സൂപ്പർവൈസർ ഇപ്പൊ കോൾ ചെയ്തിട്ടാണെങ്കിലും നേരിട്ട് വന്ന പേഷ്യന്റ് ആയിട്ട് വന്നാലും ഇവരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണം. ഇവർക്ക് അതനുസരിച്ചുള്ള നഴ്സുമാരെ പ്രൊവൈഡ് ചെയ്യണം. അതെല്ലാം ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. അത് നേരത്തെ പറഞ്ഞ മാതിരി സൂപ്രണ്ടന്റ് കീഴിലുള്ള ആളായതുകൊണ്ട് അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ആരാണ്? സൂപ്പർവൈസർ തയ്യാറായിരിക്കണം. അങ്ങനെയാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വരുന്നുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്? ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗിന് വരുന്ന വിദ്യാർത്ഥികൾ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ശരിക്കും സ്റ്റാഫ് നഴ്സുമാരായിരിക്കും വനിത. അപ്പൊ അവർക്ക് ചിലപ്പോ ചില കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് വരില്ല. അപ്പൊ എന്താണ്, നമുക്ക് ഏത് തരത്തിലുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സെൽഫായിട്ട് ചെയ്യാൻ കഴിവുള്ള പേഷ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ കിടക്ക് രോഗികളായിരിക്കും, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെൽസിൽ മാത്രം ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള നഴ്സുമാരെ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാനായിട്ട് ക്രമീകരിച്ച് കൊടുക്കാനായിട്ട് അവർക്ക് ട്രെയിനിങ്ങോ കൊടുക്കാൻ ഇത്തരത്തിലുള്ള പേഷ്യൻസ് ഇങ്ങനെയാണ് നോക്കേണ്ടത്, അസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്താണെങ്കിലും ആ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഇന്ന പേഴ്സൺസിന് ഇന്ന നഴ്സുമാരെ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങോ സെലക്ഷനോ ക്രമീകരണവും ഷെഡ്യൂളും കോച്ചിങ് ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന പേഷ്യൻസിന് ഇങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്. അതേമാതിരി തന്നെ അച്ചടക്കത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. എല്ലാ പേഷ്യൻസിനും എന്താ പറയുക, നഴ്സുമാര് ചില നഴ്സുമാര് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതും ചില നഴ്സുമാര് ചില പേഷ്യൻസിനൊക്കെ കാണുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ വ്യക്തി സംഭവമാണ് അല്ലെ. നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോ നമ്മളെ കെയർ ചെയ്യാൻ വേറെ നഴ്സുമാരായിരിക്കും, അല്ലെങ്കിൽ മറ്റു പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേറെ നഴ്സുമാരായിരിക്കും. അപ്പൊ അതായത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുക എന്നുള്ള ഡ്യൂട്ടീസ് ആരാണ്? നമ്മുടെ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. നേരത്തെ പറഞ്ഞ മാതിരി പേഷ്യൻസ് എത്രത്തോളം ഉണ്ടോ അവർക്കനുസരിച്ച് നഴ്സുമാരെ കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ അത് എങ്ങനെയാണ്, എത്തരത്തിലുള്ള പേഷ്യൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കി ട്രെയിൻ ചെയ്ത് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൗൺസിലിംഗ് കൊടുത്തു അച്ചടക്കത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പ്രാപ്തരാക്കേണ്ട ഒരു ഡ്യൂട്ടിയാണ് സൂപ്പർവൈസറിനുള്ളത്. Then meet operational standards by donating information to strategic plan and procedures. അതേമാതിരി തന്നെ നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവർക്കറിയാം. അതേമാതിരി തന്നെ എന്തെങ്കിലും ഡൊണേറ്റിംഗ് ആയിട്ട് നമുക്കറിയാലോ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് പേഷ്യൻസ് വരുന്നത് അവർക്ക് ചില ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പ്ലാനുകളും പ്രൊസീജിയേഴ്സും അത്തരത്തിലുള്ള ആസൂത്രണങ്ങളും അതേമാതിരി തന്നെ നടപടിക്രമങ്ങളും എല്ലാം ചെയ്യേണ്ടത് ആരാണ്? സൂപ്പർവൈസർ ആണെന്ന് പറയുന്നു. Then maintain nursing principles and right to norms, policies and procedures. അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് പ്രിൻസിപ്പിൾസും അതിൻ്റെതായിട്ടുള്ള പോളിസി നയങ്ങളും പ്രൊസീജിയേഴ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റലിൽ ഉണ്ടാവും അല്ലെ. ഇന്ന പേഷ്യൻസിന് ഇങ്ങനെ ചില നമുക്കറിയാലോ അടിപിടിയൊക്കെ കൂടിയ പേഷ്യൻസും ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് ചിലപ്പോ അതിൻ്റെതായ റൂൾസും റെഗുലേഷൻസ് ഉണ്ടാവും. സാധാരണ രീതിയിൽ കെയർ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി അവരെ ട്രീറ്റ് ചെയ്യുകയും ചില നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വൃത്തം ഫോമുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് തത്വങ്ങളെല്ലാം പാലിക്കാനായിട്ടും എന്താണ് ഈ സൂപ്പർവൈസർ ബാധ്യസ്ഥനാണ്. ഇപ്പൊ സ്റ്റാഫ് നഴ്സിന് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം ഈ പേഷ്യൻസ് എത്തരത്തിലുള്ള പേഴ്സൺസ് ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആയിരിക്കണം എന്താണ് നഴ്സുകളെ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സൂപ്പർവൈസറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ദെൻ ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതേമാതിരി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ തരത്തിലും ഇപ്പൊ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പറഞ്ഞു കൊടുത്തു അല്ലെ. അപ്പൊ അതിലെന്താണ് പ്രധാനപ്പെട്ട ഈ ശരിക്കും പറഞ്ഞ പേഷ്യൻസിന് ഒരു പേഴ്സണൽ റിലേഷൻ, ഒരു അറ്റാച്ച്മെന്റിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ആ പേഷ്യൻസിന് അത് ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കാണ്? നമ്മുടെ സൂപ്പർവൈസറിനാണ് ഉള്ളത് എന്ന് പറയുന്നു. Then provide information needed to patient and health care team. ഇൻ കേസ് ഹെൽത്ത് കെയർ ടീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഡോക്ടേഴ്സ് നഴ്സുമാരെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കരുതണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അടിപൊളി പെട്ടെന്ന് ഇപ്പോ ഹോസ്പിറ്റലിൽ തന്നെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. നഴ്സുമാരെ ആക്രമണം ഡോക്ടേഴ്സ് ആക്രമിക്കുന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് അങ്ങനത്തെയൊക്കെയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇൻ കേസ് നമുക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ കരുതേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. Then maintain documentation of a patient care services.
എന്തെങ്കിലും ഡോക്യുമെന്റുകൾ അല്ലെ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ചിലപ്പോൾ ഇൻഷുറൻസോ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ സാധാരണ എല്ലാ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ നഴ്സിംഗ് ഇൻചാർജിന്റെ മേൽനോട്ടത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മെയിൻലി ഡോക്യുമെന്റേഷൻ അതിന്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. Then confirm operation of medical and administrative equipment and verify emergency equipment availability. നമുക്ക് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടോ, ഇൻ കേസ് ഈ പേഷ്യന്റ് ഓക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇൻ കേസ് എമർജൻസി കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതിന്റെ അവൈലബിൾ. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നല്ലേ കുറെ മെഷീൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള മെഷീന്റെ ഒക്കെ അവൈലബിലിറ്റി, അതിന്റെയൊക്കെ എന്താ പറയുക ലഭ്യത, അതൊക്കെ ആ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ലഭ്യത ഒക്കെ വെരിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ അത് ആരുടെ ഡ്യൂട്ടിയാന്ന് പറയുന്നു സൂപ്പർവൈസറിന്റെ അല്ലെ. സൂപ്പർവൈസർ അത്യാവശ്യം നല്ല ഡ്യൂട്ടി ഉണ്ടെന്ന് ഇത് വായിച്ചിട്ട് തോന്നുന്നു. ഇനിവേ എന്തായാലും എല്ലാവരുടേതായ ഡ്യൂട്ടീസ് ഉണ്ടാവും. അപ്പോ എന്താണ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ് നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്തത്. വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും എന്താണ് ചിലതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഇതെല്ലാം എന്താണ് നമ്മുടെ സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടിയാണെന്നൊക്കെ ഉള്ളത് ഹൈറാർക്കി നിങ്ങൾ പഠിച്ചു വെക്കും. ഒപ്പം തന്നെ അതിന്റെ ആ എന്താ പറയാ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ആ ഒരു രീതി അത് തന്നെ മനസ്സിൽ ഓർത്ത് വെക്കണം. അപ്പൊ അത് തന്നെ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവുന്നത് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നേഴ്സിംഗ് ഇൻചാർജ് അല്ലെ, നമ്മൾ അത്യാവശ്യം ഇതുവരെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം അല്ലെ. കുഴപ്പമില്ലല്ലോ, കേട്ടിരിക്കുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, ഞാൻ ഒന്നും കൂടി അതായത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും എന്നുള്ള മൈൻഡ് തന്നെയാണ്. അപ്പോ ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ആർക്കെങ്കിലും ചോദിക്കാം, നോക്കാം. ഒന്നുകൂടി എന്തായാലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകും തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ഇനി നെക്സ്റ്റ് നഴ്സിംഗ് ഇൻചാർജിന്റെ കാര്യങ്ങൾ നോക്കാം. It is the duty of the nursing in charge to schedule and direct the nursing care in a specific ward or a unit during each assigned shift. അതായത് നഴ്സിംഗ് ഇൻചാർജിന്റെ ഇതിൽ വരെയാണ്. നമ്മളപ്പോ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഓരോരുത്തരോടെ ഒന്നിച്ച് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം നമുക്ക് അധികം ടൈം ഇല്ല. പക്ഷെ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് ഇൻചാർജ് ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ ഇൻ എ സ്പെസിഫിക് വാർഡ് ഓർ യൂണിറ്റ് ഡ്യൂറിംഗ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. അതായത് നമ്മൾക്ക് ഇതില് പ്രത്യേകത നമ്മൾ കണ്ടത് ഓപ്പറേഷൻ തിയേറ്റർ മുതൽ നമ്മൾ കണ്ടായിരുന്നു ഇൻചാർജുള്ള നഴ്സിംഗ് ഇൻചാർജുള്ള നഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് വാർഡ് ഉണ്ടാവും. അവർക്കൊരു സെപ്പറേറ്റ് വാർഡിലെ എല്ലാ പേഷ്യൻസിന്റെയും ഇപ്പൊ നഴ്സുമാരുണ്ടാകും അവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്. പക്ഷെ അവരെല്ലാം മിക്ക മേലാധികാരി എന്ന നിലയിൽ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള ഒരു വ്യക്തിയുണ്ടാവും. ഓരോ വാർഡിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലും ഇൻചാർജുള്ള ഒരു നഴ്സിംഗ് ഇൻചാർജുള്ള പേഴ്സൺ ഉണ്ടാവും. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെഡ്യൂൾ ചെയ്യുക ഡയറക്റ്റ് നഴ്സിംഗ് കെയർ അവിടെയുള്ള നഴ്സുമാരുടെ ഷെഡ്യൂൾ ഇന്ന ഡ്യൂട്ടിക്കാണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് ഈ ഷിഫ്റ്റാണ് അവിടെ വരേണ്ടത്, അല്ലെങ്കിൽ അവരെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ അല്ലെ. നമ്മളിപ്പോ ഒരു സെപ്പറേറ്റ് യൂണിറ്റ്, ആ യൂണിറ്റിൽ ഇൻചാർജ് എടുത്തിട്ട് നഴ്സുമാരെ ഇന്ന ഡ്യൂട്ടി ചെയ്യണം, ഇന്ന ഷിഫ്റ്റിൽ നിങ്ങൾ കയറണം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്. Then if there is any problem with the patient, it is the nursing charge who contact the patient first. In case ആ ഒരു വാർഡില് അല്ലെങ്കിൽ യൂണിറ്റില് എന്തെങ്കിലും പ്രോബ്ലംസ് പേഷ്യന്റിന് ഉണ്ടാവുകയാണെങ്കിൽ അവരാദ്യം ആരെയായിട്ട് കോൺടാക്ട് ചെയ്യണം എന്നാ പറയുന്നത്? നഴ്സിംഗ് ഇൻചാർജിനെ കോൺടാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് നേരെ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് അവരുടെ സ്റ്റാഫിന്റെ പ്രവർത്തനം ശരിയല്ല, അല്ലെങ്കിൽ മെഡിസിൻ അത്ര ഇതാവണില്ല, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആരായിട്ട് കോൺടാക്ട് ചെയ്യണം എന്ന് പറയുന്നത്? നഴ്സിംഗ് ഇൻചാർജ് ആയിട്ട് ഫസ്റ്റ് കോൺടാക്ട് ചെയ്യണം എന്ന് പറയുന്നു. If the patient is not satisfied with her thus response, ask to speak to the nurse supervisor. ഇപ്പോ ആദ്യം നഴ്സിംഗ് ഇൻചാർജിനോട് പറഞ്ഞിട്ട് അവര് സാറ്റിസ്ഫൈഡ് അല്ല, അവര് തൃപ്തരല്ല എങ്കിൽ നെക്സ്റ്റ് ആരോട് പറയണം എന്ന് പറയുന്നത്? നഴ്സ് സൂപ്പർവൈസർ. അതായത് നഴ്സിംഗ് ഇൻചാർജിന് നേരെയുള്ള നഴ്സ് സൂപ്പർവൈസറിനോട് പറയണമെന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ഞാൻ എന്തായാലും സ്ലോവിൽ എടുത്ത് തന്നെ പോവുകയാണ്. നിങ്ങൾ സ്ലോവിൽ എടുത്ത് പോകാൻ പറയുന്നത് കൊണ്ട് ഇത്തിരി കൂടി സ്ലോ ആയിട്ടാണ് പോണത്. അപ്പൊ നോക്കാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി. നെക്സ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം.
അപ്പൊ നോക്കാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് ഇൻചാർജ് ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ സ്പെസിഫിക് വാർഡ് യൂണിറ്റ് ഡ്യൂറിംഗ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചാർജുള്ള നഴ്സാണ്. ഈ നഴ്സിന് കീഴിലാണ് കുറച്ച് സ്റ്റാഫ് നഴ്സുകൾ പ്രവർത്തിക്കുന്നത്. അവർക്കുള്ള ഡ്യൂട്ടീസ് ഒക്കെ അറേഞ്ച് ചെയ്യുക, ഷിഫ്റ്റ് കയറി ചെയ്യുന്ന സമയങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. തന്നെ വീണ്ടും പറയുന്നു, ഒരു പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലം സംഭവിക്കുകയാണെങ്കിൽ അവർ ആദ്യം കോൺടാക്ട് ചെയ്യേണ്ടത് നഴ്സിംഗ് ഇൻചാർജിനെയാണ്. ഇനി നഴ്സിംഗ് ഇൻചാർജ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, സാറ്റിസ്ഫൈഡ് അല്ല, സംതൃപ്തി ഇല്ല എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? നെക്സ്റ്റ് സൂപ്പർവൈസറിനോടാണ് സംസാരിക്കേണ്ടത് എന്ന് പറയാം. ഓക്കെ. Then duties and responsibilities. ഇവരുടെ ഡ്യൂട്ടീസ് ഇതില് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നഴ്സിംഗ് ഇൻചാർജിന്റെ ജസ്റ്റ് 2-3 പോയിന്റ് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ തന്നെ പോകാം. Then duties and responsibility നോക്കാം. To supervise and support all nursing staff. അതിൽ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക, and support all nursing staff. അവർക്ക് കൊടുത്തിരിക്കുന്ന വാർഡിലെ എല്ലാ നഴ്സുമാരുടെയും മേൽനോട്ടം വഹിക്കുകയും സപ്പോർട്ട് അവരെ എന്തൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്ന ഡ്യൂട്ടിയാണ് എന്ന് ഫസ്റ്റ്ലി പറയുന്നത്. നെക്സ്റ്റ്, റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവലില് പേഷ്യന്റ് സർവീസ്. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട്, അതായത് നല്ല ഒരു സേവനമാണ് ഈ പേഷ്യൻസിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. The next, to prepare monthly duty roster and report the supervisor. അതായത് ഇന്ന പേഴ്സൺസ് ആണ് ഡ്യൂട്ടി ചെയ്തിരിക്കുന്നത് അല്ലെ, ഇന്ന പേഴ്സൺസ് ആണ് ഇന്നത്തെ ഡ്യൂട്ടീസ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് ഈ വ്യക്തിയൊക്കെയാണ് കയറിയിരിക്കുന്നത്. അങ്ങനെയുള്ള മന്ത്ലി എത്ര പേര് കയറിയിട്ടുണ്ട്, എത്ര പേരാണ് ഈ ഡ്യൂട്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് സൂപ്പർവൈസറിന് കൊടുക്കുക. ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്ഷൻ. എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, എന്തെങ്കിലും പരിഹരിച്ചു പോകേണ്ടതുണ്ടെങ്കിൽ വാർഡ് ഓപ്പറേഷനിൽ എന്തെങ്കിലും പരിഹരിച്ചു പോകേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുക. ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാരോഗ്രാഫിക് റിപ്പോർട്ട്സ്. അതേമാതിരി തന്നെ എന്തെങ്കിലും അല്ലെ ഇതേമാതിരി തന്നെ റിപ്പോർട്ട്സുകളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെ, വൈദ്യസഹായങ്ങൾ, അതാണ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും വൈദ്യസഹായങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് വീണ്ടും പേഷ്യൻസിനെ കൊടുക്കുക. ഇനിയും ചിലപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനെ നിങ്ങളൊന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് പറയണം, അല്ലെങ്കിൽ ഇതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെന്ന് നിങ്ങൾ പറയണം. അങ്ങനെ ഇത്തരമുള്ള നിർദ്ദേശങ്ങളെല്ലാം എന്താണ് പേഷ്യൻസിനൊക്കെ കൊടുത്തിട്ട് ഒരു നല്ല അവർക്ക് കാണിച്ചിട്ട് റിപ്പോർട്ട് കൺഫേം ചെയ്യാനായിട്ട് എന്തെങ്കിലും. അതേമാതിരി തന്നെ മെഡിസിൻസിനോടൊപ്പം ഈ നാനോകോട്ടിക്സ് എന്ന് പറയുന്നത്, ഓക്കെ ഇത്തിരി കൂടി സ്പീഡ് പറയാം, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാമല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പോ നാനോകോട്ടിക്സ് റിപ്പോർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ട് ഇന്ന വ്യക്തികൾക്ക് ഇന്ന മെഡിസിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇന്ന വൈദ്യസഹായമാണ് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി തന്നെ നാനോകോട്ടിക്സ് റിപ്പോർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മയക്കുമരുന്നിന് ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തികൾ അല്ലെ, നമ്മളിപ്പോ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ പ്രത്യേകം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനും ആരാണ് നമ്മുടെ സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. നഴ്സിംഗ് ഇൻചാർജ് തുടങ്ങിയാണ് നിങ്ങൾ ഇങ്ങനെ സ്പീഡ് കുറയ്ക്കും എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ നഴ്സിംഗ് ഇൻചാർജ് എനിക്ക് തോന്നുന്നു സ്പീഡ് കുറച്ച് തന്നെയാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചിട്ട് സ്പീഡ് കൂട്ടിയത്. അതായത് നമ്മളുടെ ഡ്യൂട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് നഴ്സിനൊക്കെ ഇപ്പൊ നമുക്കറിയാലോ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് നഴ്സുമാര് നമ്മളെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ നഴ്സുമാർക്കൊക്കെ എല്ലാം എന്താണ്, നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും, അവരുടെ ഇൻചാർജ് ഉള്ള വ്യക്തി വരുമ്പോൾ കുറെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണാം. അതായത് ആ ഇൻചാർജ് ഉള്ള വ്യക്തി ഡയറക്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കണം ഈ വ്യക്തികൾ എന്താണ് പേഷ്യൻസിനോടൊക്കെ ഡീല് ചെയ്യേണ്ടത്. അതേമാതിരി തന്നെ ഇവര് എപ്പോ കയറണം, എപ്പോഴാണ് ഇറങ്ങേണ്ടത് എന്നുള്ള ഷിഫ്റ്റ് അതൊക്കെ നിശ്ചയിക്കുന്നതുമാരാണ് ഈ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. അപ്പൊ അതാണ് ഫസ്റ്റ്ലി പറയുന്ന പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇൻചാർജ് ഉള്ള വ്യക്തിയോടാണ് സംസാരിക്കേണ്ടത്. വീണ്ടും അതിനൊന്നും സാറ്റിസ്ഫൈഡ് സംതൃപ്തമായിട്ടുള്ള മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവരെന്താ ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർവൈസറിനോട് സംസാരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഞാൻ അതിന്റെ ഡ്യൂട്ടീസ് നമ്മൾ ഇത് തന്നെയാ പറഞ്ഞത്. അതായത് അവർക്ക് എന്തെങ്കിലും അവിടെയുള്ള നഴ്സുമാരെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ
സംസാരിക്കാൻ ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞില്ല. അത് തന്നെയാണ് പറയുന്നത്. ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അവിടെയുള്ള നഴ്സുമാർക്ക് സൂപ്പർവൈസ് ചെയ്യുകയും അതേമാതിരി തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ. അപ്പൊ അത്തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക. ദെൻ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. നല്ല ഒരു സർവീസ് ആണ്, നല്ല ഒരു മനോഭാവം അല്ലെ, നല്ല രീതിയിലുള്ള പരിചരണമാണ് പേഷ്യൻസിന് കിട്ടുന്നത് എന്നുള്ള ഒരു ഉറപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാന്ന് പറയുന്നത് ഇൻചാർജുള്ള നഴ്സിനാണ്. ഇനി പറയുന്നു ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ. നമ്മൾ പറഞ്ഞു നഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്, അതായത് അവർക്ക് ഡ്യൂട്ടിയൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇൻചാർജുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പറയുന്നു അവരുടെ മന്ത്ലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ട് സൂപ്പർവൈസറിന് സമർപ്പിക്കണം. ഹ്യൂമേനിയൻ വാർഡ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാരോ ബ്ലഡ് ഗ്രൂപ്പ് റിപ്പോർട്ട്സ്, അതായത് ഇന്ന മെഡിസിൻസ് ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതേമാതിരി ഇന്ന മയക്കാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം അല്ലെ. നമുക്കറിയാം ഏത് വാർഡിലാണ് ഏത് ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെതായ സൂപ്പർവൈസറുകൾ ഉണ്ടാവും അല്ലെ, ഇൻചാർജുള്ള നഴ്സുമാരുണ്ടാവും. അപ്പൊ ഇപ്പൊ ഈ ഒരു ഇതിലാണ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വാർഡിലാണ് വ്യക്തിയെങ്കിൽ അത്തരത്തിലുള്ള മെഡിസിൻസ് ആണ് അല്ലെങ്കിൽ മയക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെയാണുള്ള റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കി വെക്കും. വാർഡ് ഒന്നുകൂടി ഒന്ന് മെസ്സേജ് ചെയ്യാൻ പോകും. ഒന്നുകൂടി മെസ്സേജ് ചെയ്യാമോ? ഞാൻ വായിച്ചില്ലായിരുന്നു. പ്രവർത്തനം, ഓക്കെ, അതിന്റെ പ്രവർത്തനം ആണെന്നാണ് പറയുന്നത്, വാർഡിന്റെ പ്രവർത്തനം. ഓക്കെ, മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓപ്പറേഷന്റെ മീനിങ് പറഞ്ഞത്. ഓക്കെ, ഓപ്പറേഷൻ മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഇൻ കേസ് വാർഡിന്റെ ഇപ്പൊ ഓരോ ഇതുകളാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാര്യങ്ങളല്ല ഉദ്ദേശിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഓരോ ഇൻചാർജുള്ള വാർഡുകൾ. അപ്പൊ അവിടെ എന്തൊക്കെയാണ് മെഡിസിൻസ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ആ രീതി. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്നിട്ടുള്ള ഇതിന് അതാണെങ്കിലും അവിടെ നഴ്സുമാരുടെ ഒരു വാർഡ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ പേഷ്യൻസിന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിനെ ആയിരിക്കും അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെഡിസിൻസ്, അവിടെ എന്തിനൊക്കെയാണ് അവിടെ വയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെഡിസിൻസ് എല്ലാത്തിന്റെയും റിപ്പോർട്ട് അറിയാം. ആ വാർഡിൽ കിടന്ന് പരിചരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ റിപ്പോർട്ട് ആരാണ് ഇൻചാർജ് ഉള്ള നഴ്സിന്റെ മേൽനോട്ടത്തിലായിരിക്കണം. നമ്മൾ നേരത്തെ ഫസ്റ്റില് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് നമ്മൾ ഒരു യൂണിറ്റ് അല്ലെ, വാർഡ്, ഒരു സ്പെസിഫിക് വാർഡ് അല്ലെങ്കിൽ യൂണിറ്റ്, അതാണ് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരു സെപ്പറേറ്റ് ഒരു വാർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിറ്റിലോ ഇൻചാർജ് ചെയ്തിരിക്കുന്ന നഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഓർത്ത് വെക്കുക. പിന്നെ സ്റ്റാഫ് നേഴ്സ്, നമുക്ക് താഴേക്ക് പോവാം. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നേഴ്സ് who handle the largest segment of the healthcare work. Staff nurse must have a bachelor degree or a diploma from a recognized nursing program. They spend a lot of their time providing direct plan patient care. അതായത് ഒന്നിച്ച് പോവാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നിച്ച് സെന്റൻസ് വായിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോ സെന്റൻസിന്റെ മീനിങ് ക്യാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് സ്റ്റാഫ് നഴ്സ് ഹു ഹാൻഡിൽ ലാർജസ്റ്റ്, നമുക്കറിയാലേ ഒരുപാട് നഴ്സുമാര് നഴ്സിംഗ് ഫീൽഡിൽ പഠിച്ച് ഇറങ്ങുന്നുണ്ട്. അവരെല്ലാവരും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹെൽത്ത് വർക്ക്, അതായത് ആതുര സംരക്ഷണം, അത്തരത്തിലുള്ള വർക്കുകളാണ് കൂടുതലായിട്ട് ആഗ്രഹിച്ച് അത് കൈകാര്യം ചെയ്യാനായിട്ടാണ് സ്റ്റാഫ് നഴ്സുമാര് ഏബിൾ ആയിട്ട് വരുന്നത്. സ്റ്റാഫ് നഴ്സ് മസ്റ്റ് ഹാവ് എ ബാച്ചിലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം. അവർക്ക് എന്തായാലും എന്തുണ്ടായിരിക്കണം? അതായത് ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഓർ റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാമിൽ നിന്ന് ഉണ്ടായിരിക്കണം. They spend a lot of their time providing direct patient care. അവർക്ക് കൂടുതൽ ടൈമും എന്താണ് പേഷ്യന്റിനോട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. സ്റ്റാഫ് നഴ്സുമാരെ എപ്പോഴും അവരുടെ ശുശ്രൂഷയിലാണ് അവരുടെ ശരിക്കും പറഞ്ഞ കാര്യം. അതായത് പഠിച്ചെടുക്കുക എന്നുള്ളത് ഓക്കെ, പക്ഷെ അവരുടെ സേവനമാണ് അവരുടെ ഡ്യൂട്ടി എന്നുള്ളതാണ്. Then staff nurse continuously observe, monitor and assess the progress of each patient. സ്റ്റാഫ് നഴ്സുമാരെ എന്താണ് കണ്ടിന്യൂസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ആരെ അല്ലെങ്കിൽ മോണിറ്റർ, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ്, ഓരോ പേഷ്യന്റിന്റെയും
എന്താണ് നിലവിലുള്ള സ്റ്റേജിലെ പ്രോഗ്രസ്, അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടോ എന്നുള്ള രീതി എപ്പോഴും അവരെ കണക്കാക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ, മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ഇവരെ ആരോഗ്യത്തിന് ഇതിലൂടെ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യം ഇവര് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ചില നമുക്കറിയാലേ, ചില മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ വിചാരിക്കുന്ന ഒരു ബെറ്റർ റിയാക്ഷൻ ആയിരിക്കില്ല, ചിലപ്പോൾ ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള ഇതായിരിക്കും കിട്ടുക. അപ്പൊ ആ മെഡിസിനോട് ചിലപ്പോൾ ആ വ്യക്തി പൊരുത്തപ്പെട്ടു പോയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് എപ്പോഴും ഒബ്സർവ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും അത് എത്രത്തോളമാണ് അവരുടെ പ്രോഗ്രസ്, പുരോഗതി എന്നുള്ളത് എല്ലാവരും എല്ലാ കാര്യങ്ങളും അവര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നതായിരുന്നു. If there is a student change in any patient's condition, nurse takes appropriate action such as medication or calling the doctor. In case എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ചേഞ്ചസ് അല്ലെ, പേഷ്യൻസിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കുകയോ ഇൻജെക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് വെച്ചിട്ട് അല്ലെ ഉപകരണം വെച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ ചേഞ്ചസ് നമുക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവരെന്താണ് അപ്പൊ തന്നെ അപ്രോപ്രിയേറ്റ് ആക്ഷൻ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ആക്ഷൻ പ്രവർത്തനം സച്ചാസ് മെഡിറ്റേഷൻ എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിനെ വിളിക്കണം എന്നുള്ളത്. ഇവര് നഴ്സുമാരാണ്, ഇവര് നേരെ എന്താണ് പേഷ്യൻസിനെ വെള്ളമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞ ഇത്തരത്തിലുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടായിരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ സേവനമാണ് പക്ഷെ ഇവരുടെ ഡ്യൂട്ടി. ഈ ഡ്യൂട്ടിയിൽ ഇന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തിരിക്കണം. അതായത് കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, മോണിറ്റർ ചെയ്തിരിക്കണം. ആൻഡ് ആസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ്, ഓരോ പേഷ്യന്റിനും എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെ എന്തൊക്കെ ചേഞ്ചസ് ഒക്കെയാണ് വരുന്നത് എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇഫ് ദർ ഈസ് സഡൻ ചേഞ്ചസ്, എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരെയാണ് പേഷ്യൻസിന്റെ കണ്ടീഷനിൽ, ചിലപ്പോൾ ആണെങ്കിൽ ബിലോ അല്ലെ മെഡിസിൻ കൊടുത്തപ്പോൾ ചിലപ്പോൾ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് പകരം ഡൗൺ ആയി പോവുകയാണ്, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്താണ് നഴ്സുമാരെ അപ്പോൾ തന്നെ അപ്രോപ്രിയേറ്റ് കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ പ്രവർത്തനത്തിലേക്ക് അവരെ കൊണ്ടുവരണം. സജാസ് മെഡിക്കേഷൻ എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് കോളിംഗ് ദ ഡോക്ടറിനെ കോൾ ചെയ്യുക. എന്തെങ്കിലും അവർക്ക് കഴിയാത്തതായ കാര്യങ്ങളാണോ എന്നെങ്കിലും അവര് അപ്പൊ തന്നെ ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്യും. ഇതൊരു സ്റ്റാഫ് നഴ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആയിട്ട് പോണില്ലേ? ഞാനിങ്ങനെ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ പാരഗ്രാഫ് വായിച്ചിട്ട് ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞാണ് ക്ലാസ് എടുക്കാറ്. ഓക്കെയാണ്, എനിക്കറിയാം അത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇച്ചിരി സ്പീഡിൽ ക്ലാസ് എടുക്കേണ്ടതുണ്ട്. പക്ഷെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഞാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ് കേൾക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി വിശദീകരിച്ച് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ പറയാ, എനിക്ക് അതിനിടയ്ക്ക് പക്ഷെ മെസ്സേജ് അയക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ. അതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. കാരണം അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാം. അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുക. പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലായോ എന്ന് ചോദിക്കാനുള്ള ഒരു നമുക്ക് ക്ലാസ് കൂടുതൽ എടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത്തിരി ഡ്രോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവേഴ്സ് കൂട്ടി കിട്ടുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി. എനിക്ക് തോന്നുന്നു ഇതിന്റെ ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മൾ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ അവേഴ്സ് കൂട്ടി കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുക ക്വസ്റ്റ്യൻസ് തരുന്നതോടൊപ്പം തന്നെ ഒന്നുകൂടി റിവൈസ് ചെയ്യാന്നാണ് എന്റെ മൈൻഡിലെ പ്ലാൻ. കേസ് എന്താണെന്ന് നോക്കാം. എന്നാലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകും. തീർച്ചയായിട്ടും നമുക്ക് ക്ലിയർ നിങ്ങൾ ചോദിക്കാം. അപ്പോ എന്താണ് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേക്കുന്നത്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇതൊന്നും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ വീണ്ടും മനസ്സിലായോ ചോദിക്കാത്തത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അതിലെ നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കാം. എസ്റ്റാബ്ലിഷ് എ പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. ഇതിൽ ഫസ്റ്റ് വേണം പറയുന്നത്. ഓക്കെ, ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എസ്റ്റാബ്ലിഷ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ചോദിച്ചോളൂ. എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ് എന്താണ് ഫസ്റ്റ് വേണം പറയുന്നത്. നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബന്ധം അല്ലെ പേഷ്യന്റ് ആയിട്ട്. നമുക്കറിയാലേ ചില വ്യക്തികൾക്ക് മരുന്നിനേക്കാൾ കൂടുതൽ ചിലപ്പോ നഴ്സുമാരുടെ പരിസര രീതി കൊണ്ട് തന്നെ അവരുടെ മൈൻഡ് മാറി അസുഖം മാറുന്ന ഒരു പ്രതീതിയാണ്. അതായത് പേഷ്യൻസിന് അത്രത്തോളം അവര് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്, അവർക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള റിലേഷൻ ഉണ്ടായിരിക്കാം. Then establish a sympathetic environment by providing emotional, physiological, spiritual support to patient, friends, families. ഇത് തന്നെയാണ് ഇതിലും പറയുന്നത്. എന്താണ് ഒരു സിമ്പത്തറ്റിക് അല്ലെ, സിമ്പത്തറ്റിക് എൻവയറമെന്റൽ ബൈ പ്രൊവൈഡിങ് ഇമോഷൻ. അവർക്ക്
ചിലപ്പോ പേഷ്യൻസിന്റെ മിക്കവാറും നമുക്കറിയാലോ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് സേവനം ചെയ്യണം എന്നുള്ളതാണ് നഴ്സുമാരുടെ മെയിൻ ഇതായിരിക്കണം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എപ്പോഴും ഫീൽ ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ വേദന കൊണ്ടായിരിക്കാം, ചിലപ്പോ എന്തോ അവർക്ക് എന്താ പറയുക എല്ലാവരെയും പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള മനസ്സിന്റെ ഒരു ഫീലിങ്സ് ആയിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഫീലിങ്സുകൾ ഉണ്ടാവായിരിക്കും. നമ്മൾ എന്താ പറയുക ഫ്രണ്ട് ഓഫീസിലൊക്കെ പഠിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനൊക്കെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ പേഷ്യൻസ് എന്തായാലും അത്തരത്തിലുള്ള വ്യക്തികളായിരിക്കുമ്പോൾ നഴ്സുമാർ എന്തായിരിക്കും ഇവരോട് എന്താ പറയുക അവർക്ക് അതിന്റെ വികാരങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫിസിയോളജിക്കൽ സ്പിരിച്വൽ എന്നൊക്കെ പറഞ്ഞാൽ ആത്മീയമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഭൗതികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവർക്ക് എന്താ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വികാരങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കണം പേഷ്യൻസിന്. ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലീസ് ആയിട്ടോ ഇൻ കേസ് ചില നഴ്സുമാരെല്ലാം എന്താ പറയുക ഫാമിലി മെമ്പറെ പോലെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പോലെ ഒക്കെയാണ് കൈകാര്യം ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള രീതികൾ ഇവര് പേഷ്യന്റുമായിട്ട് കെട്ടിപ്പടക്കണം എന്നാണ് പറയുന്നത്. Then slow patients problems maintain safe and clean working environment. അതായത് പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണം അല്ലെ. ചിലർക്ക് ചിലപ്പോ ചില എന്താ പറയുക ഇറിറ്റേഷൻ ഉണ്ടാവും. ചില വസ്തുക്കളൊക്കെ ഉപയോഗിക്കും അഡീഷണൽ ആയിട്ട് ചില എന്താ പറയുക റൈസ് ട്യൂബൊക്കെ ഇടുമ്പോൾ എന്താണ് അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ അതിനനുസരിച്ച് പ്രോബ്ലംസ് ഒക്കെ ഇത് കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ രീതിയിൽ അത് കൈകാര്യം ചെയ്താൽ സോൾവ് ചെയ്ത് മാറിക്കോളും. കുറച്ച് നാൾ മാത്രമേ ഇങ്ങനെ ഫുഡ് എടുത്താൽ മതിയാവും, പിന്നെ അത് കഴിഞ്ഞ് മാറ്റി സാധാരണ രീതിയിലായിക്കോളും. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മൈൻഡ് അവർക്ക് ക്യാച്ച് ചെയ്ത് കൊടുക്കണം. മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയൺമെന്റ്. അതേമാതിരി തന്നെ ഇപ്പൊ കിടപ്പ് രോഗികളൊക്കെ ആകുമ്പോൾ അതേമാതിരി എന്താണ് അവർക്ക് തിരിയാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഇവർ കൊടുക്കണം. അതേപോലെ വർക്കിംഗ് എൻവയൺമെന്റ് സേഫ് ആയിരിക്കണം എന്ന് പറയുന്നത് അവർക്ക് ക്ലീൻ ആയിരിക്കണം, സേഫ് ആയിരിക്കണം. അവർക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യണം അല്ലെ. ഇവിടെ വന്നിട്ട് ഞങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വന്നിട്ട് നഴ്സുമാരെ നല്ല കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടാണ് ഞങ്ങൾ നോക്കണത് എന്നുള്ള ഒരു മനോഭാവം പേഷ്യൻസിന് ഉണ്ടായിരിക്കണം. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. അതായത് മെഡിസിൻസ് ഒക്കെ അല്ലെ, അത് നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് മെഡിസിൻസ് ഒക്കെ ഒരു ചിലപ്പോൾ 1 hours കൂടുമ്പോഴോ അല്ലെങ്കിൽ മോർണിംഗില് ഈവനിങ് നൈറ്റ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെ ഓരോ ടൈം അനുസരിച്ച് കൊടുക്കേണ്ടതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് ആ പ്രൊസീജിയേഴ്സ് അതിൻ്റെതായ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കണം. ദെൻ ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിങ്. എന്തെങ്കിലും സർവീസുകളെല്ലാം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെ പേഷ്യൻസിന് ചിലപ്പോ ഫിസിയോതെറാപ്പി പോലത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫോർമേഷൻ കോൺഫിഡന്റ്. അവർക്ക് എന്താണ് ഒരു ആത്മവിശ്വാസം അല്ലെ. പേഷ്യൻസിന് മെഡിസിൻ മാത്രം കൊടുത്താൽ പോരാ, അവർക്കൊരു ആത്മവിശ്വാസം കൂടിയും കൊടുക്കണം. കീപ് ഇൻഫോർമേഷൻസ് കോൺഫിഡന്റ്. അതേമാതിരി തന്നെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഇപ്പൊ പേഷ്യന്റ് കൊടുക്കുന്നതാണെങ്കിലും മറ്റെല്ലായിടത്തും പോയി പബ്ലിക്കായിട്ട് ഇത് ചെയ്യാതെ അതൊക്കെ എല്ലാം എന്താണ് അവർക്ക് വിശ്വസ്തമായിട്ട് സൂക്ഷിക്കുന്ന തരത്തിലായിരിക്കണം നഴ്സുമാരും അവരോട് പെരുമാറേണ്ടത്. ദെൻ മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിങ്. അതേമാതിരി നമുക്കറിയാം അല്ലെ മെഡിസിൻസ് ഒക്കെ എല്ലാ പേഷ്യൻസിനൊക്കെ കൊടുക്കേണ്ടതല്ല. അപ്പൊ ഇന്ന പേഷ്യൻസിന് ഇന്ന മെഡിസിൻസ് ഇത്ര ടൈമിലൊക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്ക് ഇൻവെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെഡിസിന്റെ സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത് അതെല്ലാം ചെക്ക് ചെയ്യണം. എത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുക്കാനുള്ള അത്രയും മതിയായ മെഡിസിൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ അവര് അല്ലെ നമുക്ക് അറിയാം പേഷ്യൻസിന് ഇല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള നടപടികളൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം ചെക്ക് ചെയ്യാൻ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്കിന്റെ ആ കാര്യം ചെക്ക് ചെയ്യണം. Then maintain professional and technical knowledge by attending educational workshops. എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജുകൾ എന്തെങ്കിലും നമുക്കറിയാം അല്ലെ എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ പുതിയ സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിന്റെ പുതിയ നോളജ് നമ്മൾ എന്താണ് നഴ്സുമാര് സമ്പാദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അത് പഠിച്ചിരിക്കണം. മറ്റെന്തെങ്കിലും എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പുതിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവര് പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം എന്താണ് സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. സ്റ്റാഫ് നഴ്സ് എന്താണെന്നും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. നമുക്കൊരു ചെറിയ ഭാഗം കൂടെ ഉള്ളൂ, വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാനുള്ള സമയം ഉണ്ടാവും. നമ്മള് എന്താ പറയാ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അടുത്ത ചാപ്റ്റർ തുടങ്ങി വെക്കാനുള്ള സമയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എനിവേ നമുക്ക് നോക്കാം, ഡിസ്കസ് ചെയ്തിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. തുടങ്ങി വെക്കാനുള്ള ചിലപ്പോൾ ടൈം കിട്ടുമായിരിക്കും. എന്നാലും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടേ നിങ്ങൾക്ക് അടുത്ത ഇതിലേക്ക് പോകുള്ളൂ. നോക്കാം. നഴ്സിംഗ് അസിസ്റ്റന്റ്
or assistant nursing is an individual who works under a staff nurse in supervisory role under assistant have duties like helping patient with their basic needs. They must be completed short-term diploma course of nursing. Nursing assistant എന്ന് പറയുന്നത് അറിയാതെ നമ്മളുടെ അറ്റൻഡേഴ്സ് എന്നുള്ള ആ ഒരു ലേബറിൽ വരുന്നവരും പക്ഷെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചിട്ട് വരുന്നതാണ് അല്ലെ. അവരിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണം, അതിൽ തന്നെ ചെറിയ ചെറിയ കോഴ്സുകളും എല്ലാം പഠിച്ചിട്ടാണ് അവർ വരുന്നത്. അവരെന്താണ് ശരിക്കും പറഞ്ഞാൽ നഴ്സുമാരുടെ ഹെൽപ്പേഴ്സ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതെന്താണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നഴ്സിംഗ് ഇസ് ഇൻഡിവിജ്വൽ അവരും എന്താണ് വ്യക്തികളാണ് who works under a staff nurse in supportive role under അവർക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന അല്ലെ ആ നഴ്സുമാരെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരു നഴ്സുമാരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അസിസ്റ്റൻസ് ഹാവ് ഡ്യൂട്ടീസ് ലൈക്ക് ഹെൽപ്പിംഗ് പേഷ്യൻസ്. ചിലപ്പോൾ നമുക്കറിയാലേ നഴ്സുമാർക്ക് വന്നിട്ട് ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ടോ വ്യക്തികളെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇവരുടെയും കൂടി ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാം കൂടി നഴ്സുമാർക്ക് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരും. അപ്പോ പാരാമെഡിക്കൽ പോലെയുള്ള നഴ്സുമാരുടെ സേവനത്തോട് കൂടിയിട്ടാണ് ഇവര് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതാണ് പറയുന്നത് അസിസ്റ്റന്റ് ഹാവ് ഡ്യൂട്ടീസ് ലൈക്ക് ഹെൽപ്പിംഗ് പേഷ്യൻസ് വിത്ത് ദിയർ ബേസിക് നീഡ്സ്. അവരുടേതായ ബേസിക് നീഡ്സ് ചിലപ്പോൾ ശരിയായ പേഷ്യൻസിന് തലയ്ക്ക് പറ്റിയെന്ന് വരില്ല, അവരെ ചെരിച്ചു കിടത്തുക എന്നുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരിക്കും. ഡ്യൂട്ടികൾ ചെയ്യുന്നത് മെയിൻ ആയിട്ട് നഴ്സുമാരായിരിക്കും, പക്ഷെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ആരുള്ളത്? നഴ്സിംഗ് അസിസ്റ്റന്റ് ഉള്ളത്. They must be completed short-term diploma course of nursing. നഴ്സിംഗിന്റെ തന്നെ ചെറിയ ഷോർട്ട്-ടേം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവർ വരുന്നത്. Then duties and responsibility. അവർക്കും അവരുടേതായ ഡ്യൂട്ടീസും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഹെൽപ്പ് പേഷ്യന്റ് യൂസ് ദ ബാത്റൂം. ചില സമയങ്ങളിലെല്ലാം ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടായിരിക്കും ഈ പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യാനായിട്ടായിരിക്കും എന്താണ് നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവുക. ദെൻ ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ്. അവര് എന്താ പറയുക ക്ലീൻ ചെയ്യുക അല്ലെ, കൈകാര്യം ചെയ്യുക. അവർക്ക് തന്നെക്ക് ചെയ്യാൻ പറ്റാതെ അതേസമയം നഴ്സുമാർക്ക് അവരെ ക്ലീൻ ചെയ്ത് കൈകാര്യം ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് എന്താണ് നമ്മുടെ ഡിപ്ലോമ കഴിഞ്ഞ നഴ്സുമാരൊക്കെ വർക്ക് ചെയ്യുന്നു. ദെൻ മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. അപ്പൊ മെയിൻ ആയിട്ട് കിടപ്പ് രോഗികൾക്കാണ് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള നമുക്കറിയാമോ വീടുകളിലാണെങ്കിലും സെപ്പറേറ്റ് ഇവർക്കൊക്കെ സേവനത്തോട് കൂടിയിട്ട് നമ്മൾ നിർത്തിയിട്ടാണ് വീടുകളിൽ നമ്മൾ എന്താ പറയാ കിടപ്പ് രോഗികളൊക്കെ ശുശ്രൂഷിക്കുന്നത്. അതായത് ഇവർക്ക് അതിൻ്റെതായ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടാവും. അതായത് പേഷ്യൻസിന് അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുമായിരിക്കും. ഫുഡ് കൊടുക്കാൻ ചിലപ്പോൾ റൈസ് ട്യൂബ് ഉപയോഗിച്ച് ഫുഡ് കൊടുക്കാൻ അറിയാമായിരിക്കും. അതേപോലെ തന്നെ പേഷ്യൻസിനെ ക്ലീൻ ചെയ്യാനായിട്ട് അറിയാമായിരിക്കും. ഇപ്പൊ ഇൻ കേസ് പാഡൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള കഴിവ് എന്താണ് അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഈ ഡിപ്ലോമ കോഴ്സിലൂടെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് പറയുന്നത് മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആയിട്ട് ചേഞ്ച് ബെഡിങ്. എന്തെങ്കിലും നനഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യും. Reposition and move patient between wheelchair seats and bed. അതായത് ഇൻ കേസ് നമുക്ക് പേഷ്യന്റിനെ എടുത്ത് വീൽ ചെയറിൽ ഇറക്കി അവർക്ക് തന്നെക്ക് പെട്ടെന്ന് പോരാൻ ചിലപ്പോൾ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് വീൽ ചെയറിലേക്ക് പോരാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മുടെ ഹെൽപ്പേഴ്സ് പോലത്തുള്ള ഈ തരത്തിലുള്ള നഴ്സുമാരെ നമുക്ക് ഹെൽപ്പായിട്ട് ഉപയോഗിക്കാം. മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യൻസ് ടേക്ക് ദിയർ ഫുഡ്. നമുക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ചിലവർക്കൊക്കെ റൈസ് ട്യൂബ് ഉപയോഗിച്ച് ഭക്ഷണം കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളെല്ലാം ഇവർ പഠിച്ചിട്ടുണ്ടാവും. ചിലർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ ഇവർക്ക് അതൊന്നും കഴിക്കാൻ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ മെന്റലി ഇവര് പ്രിപ്പയർ എന്താ പറയുക പേഷ്യൻസ് നോർമൽ അല്ല, അവർക്ക് എന്താണ് ചെയ്ത് ഭക്ഷണം ചെല്ലേണ്ടത് അറിയില്ല. ചിലപ്പോൾ അവർക്കൊക്കെ വാരി കുടിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവര് ചെയ്യും. Then measure vital signs such as the blood pressure, temperature and report ruminate. അത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് മെഷർ അവർക്ക് വൈറ്റലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കറിയാലോ പ്രഷർ നോക്കുക അതേമാതിരി ഇപ്പൊ എല്ലാത്തിനും ഒരു ചെറിയ മെഷീൻസ് ഉണ്ട്. നമുക്കിപ്പോ ഓക്സിമീറ്റർ ഉപയോഗിച്ച് ഓക്സിജന്റെ ലെവൽ എന്താ നോക്കാം, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ നോക്കാം, അതല്ലെങ്കിൽ എന്താ പറയുക ടെമ്പറേച്ചർ നോക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഡിപ്ലോമ കഴിഞ്ഞ വ്യക്തികളെ നഴ്സുമാരെ കൊണ്ട് കഴിഞ്ഞാൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. റിപ്പോർട്ട് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ് ആവും. അതായത് കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ചെയ്യും. കറക്റ്റ് സമയത്ത് തന്നെ അവർക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ്
പേഷ്യൻസിന്റെ, അതായത് ഇത്തരത്തിലുള്ള പേഷ്യൻസിന് നഴ്സുമാര് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. പക്ഷെ ഇത്തരത്തിലുള്ള ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ അത് ചെയ്യാനായിട്ട് ചിലപ്പോഴെങ്കിൽ ഇത്തരത്തിലുള്ള നഴ്സുമാരായിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന കാര്യങ്ങളെ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും കറക്റ്റ് ആയിട്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് സമയത്ത് തന്നെ ഈ ടെമ്പറേച്ചർ എല്ലാം റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇതെല്ലാം ആരുടെ ഡ്യൂട്ടീസ് ആണെന്ന് പറയുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആണ്. ഇനി നമുക്ക് ഇന്ന് ആദ്യമേ എടുത്തു തുടങ്ങി നമുക്കൊന്നുകൂടി നോക്കാം. അതായത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് നോക്കാം, വായിച്ചു നോക്കാം. ഒപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്യുക എന്തൊക്കെയാണ് പറഞ്ഞു തരേണ്ടതെന്നുള്ളത് നോക്കുക. നമ്മള് നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞിട്ട് നഴ്സിംഗ് സൂപ്രണ്ടന്റ് തുടങ്ങിയാണ് എടുത്തത്. അത്രയും സ്പീഡിൽ എടുത്തിട്ടാണ് എന്താ പറയുന്നത്, നമുക്ക് ഈ 1-2 പേജ് അത്രയും വരെ 2 പേജ് കവർ ചെയ്ത് പോയിന്നേ ഉള്ളൂ. അത്രയും സ്പീഡിൽ എടുത്തിട്ട് ഇത്രയും കവർ ചെയ്ത് പോകാനേ പറ്റുള്ളൂ നോക്കാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഡൗട്ട് ചോദിച്ചോട്ടോ, നിങ്ങൾ പഠിക്കണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത സ്റ്റാഫിംഗ് ആൻഡ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതാണോ? എങ്ങനെ സ്റ്റാഫിംഗ് ആണോ? സ്റ്റാഫിംഗ് ആൻഡ് സ്റ്റാഫിംഗ് പ്രോസസ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലുള്ളതാണോ? ഓക്കെ ഓക്കെ. Staffing means the continuous process of searching, choosing, analyzing, and creating working relationship with the present or future employees. നമുക്ക് ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നഴ്സുമാരെ ഒരുപാട് പഠിച്ചിറങ്ങുന്നത്, അതേമാതിരി തന്നെ ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ ആവശ്യകത. പിന്നെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്താണ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവും, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവും, അതായത് സെപ്പറേറ്റ് ക്യാൻസറിന്റെ മാത്രമുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവും. അങ്ങനെ ചില ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് ന്യൂറോളജിക്ക് മാത്രമുള്ള ഡിപ്പാർട്ട്മെന്റില്, ക്യാൻസറിന് മാത്രമുള്ള, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് മാത്രമുള്ള നഴ്സുമാരെ കൂടി ചിലയിടത്ത് തെരഞ്ഞെടുക്കേണ്ടതായിട്ട്. അപ്പൊ ഈ സ്റ്റാഫിംഗ് എന്നുള്ള രീതി എന്ന് പറയുന്നത് അവര് ഏത് ഒരു ഹോസ്പിറ്റലാണോ അവർക്ക് ആവശ്യമുള്ള, അവർക്ക് അല്ലെങ്കിൽ ഭാവിയിൽ എത്രത്തോളം എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ നമ്മളെ എപ്പോഴും ചിന്തിക്കേണ്ടത് കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ മാത്രമല്ല, സെപ്പറേറ്റ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലും ഉണ്ടാകണം. പക്ഷെ ഏത് പ്ലേസിലാണെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മൾ എന്താണ്, നമ്മള് നഴ്സുമാരെ എന്താ പറയുക, അവര് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ച് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടത്. അപ്പൊ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ്, അതായത് ഒരു തുടർ പ്രവർത്തനമാണ് സെർച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കുക. അതായത് ഇത് ഈ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള, ഇപ്പൊ നമുക്കറിയാലോ ഓപ്പറേഷനിലൊക്കെ നമുക്ക് ഈ പോലെയുള്ള സർജറികൾ ഉണ്ട്, റോബോട്ട് അസിസ്റ്റന്റ് സർജറീസ് ഉണ്ട്, അതേമാതിരി തന്നെ കാർഡിയോളജിസ്റ്റ്, ഇപ്പൊ കുറെ സെപ്പറേറ്റ് കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ കുട്ടികളൊക്കെ ഒരുപാട് സെപ്പറേറ്റ് അതിനു വേണ്ടി മാത്രമുള്ള കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകൾ പഠിച്ച നഴ്സുമാരടക്കമുള്ള വ്യക്തികളുണ്ടെങ്കിൽ എന്താണ്, അവര് അത്തരത്തിലുള്ള വ്യക്തികളെയാണ് ഈ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുള്ളൂ. അപ്പൊ എല്ലാ നഴ്സുമാരും അല്ല ഉദ്ദേശിക്കുന്നത്, ചില സ്ഥാപനങ്ങളില് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയ പേഴ്സൺസ് ആണോ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ ജസ്റ്റ് നമ്മൾ എന്താ പറയുക പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റാഫ് നഴ്സിന് മാത്രമല്ല, ട്രെയിനിങ് ഒക്കെ കിട്ടിയിരിക്കുന്ന ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ഇന്ന സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള അസിസ്റ്റ് ചെയ്യുന്ന മെഷീൻസ് കൂടി ചെയ്യുന്ന ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അത് കൂടി പ്രവർത്തിപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തികളാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് പറയുന്നത്,
കണ്ടിന്യൂസ് പ്രോസസ് സെർച്ചിങ്, അന്വേഷിക്കുക, ചൂസിങ്, അതായത് അതിൽ നിന്ന് അവരെ സെലക്ട് ചെയ്യുക, അനലൈസിങ്, അതായത് പരിശോധിക്കുക. ഓക്കെ, ഈ പേഴ്സൺസിന് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഈ എക്സ്പീരിയൻസിൽ ഇത്തരം മെഷീൻസും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹോസ്പിറ്റലിലാണ് ഈ വ്യക്തി എക്സ്പീരിയൻസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് എന്താ അവര് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയീസ് അവരെന്ത് ചെയ്യുന്ന ഇപ്പൊ ഈ നമ്മുടെ ഈ ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള നഴ്സുമാരാണ് ആവശ്യം എന്ന് മനസ്സിലാക്കുന്നത്. അതായത് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കും, ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചതിന് ശേഷമാണ് ഇവരിങ്ങനെ ഇങ്ങനെ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യുകയും ചൂസ് ചെയ്യുകയും സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഈ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിംഗ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ദാറ്റ് മീൻസ് ദ സ്റ്റാഫിംഗ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫൈങ് ദ type and the amount of nursing care needed by the patient and the selecting and appointing person from the obtainable applicants. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഏത് ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എന്നിട്ട് അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റാഫുകളിൽ നിന്ന് ഏത് പേഴ്സൺസിനെ അല്ലെ റൈറ്റ് പേഴ്സൺസ്, കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ്, ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺ ഏതാണ് റൈറ്റ് പൊസിഷനിൽ, അതായത് ഇവർക്ക് ഈ പേഴ്സണ് എന്താ പറയുക ചിലപ്പോൾ ഡോക്ടർ വരുമ്പോൾ അവർ അസിസ്റ്റ് ചെയ്യാനും സാധിക്കും. ഒപ്പം ഈ മെഷീൻസ് നൂതനായിട്ടുള്ള മെഷീൻസ് ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ എന്താണ് ആ വ്യക്തികളെ അവർ സെലക്ട് ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് പേഴ്സൺ എന്താ റൈറ്റ് പൊസിഷൻ. ദാറ്റ് മീൻസ് സ്റ്റാഫിംഗ് പ്രോസസ് കൺസിസ്റ്റ് ഐഡന്റിഫൈ. അവരെ ഐഡന്റിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കുക അല്ലെ, നമ്മള് എന്താ പറയുക തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ നീഡഡ്. എത്തരത്തിലുള്ള നഴ്സുമാർ ഇവിടെ വേണം, ഏത് തരത്തിലുള്ള ഇത് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണ് ഇവിടെ വേണ്ടത്, അതായത് പേഷ്യന്റ് ആയിട്ട് സെലക്ട് ചെയ്യും. അതേമാതിരി തന്നെ ഇത്രത്തോളം പേഷ്യൻസിന് ഇത്ര നഴ്സിനെ വെച്ചാൽ മതി. നമുക്കറിയാലേ ഈ രണ്ടും കൂടി എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോ എന്താ പറയണ നമ്മുടെ അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള പേഴ്സൺസിനെ എല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു മൈൻഡ്. അപ്പൊ ഇത്തരം പേഷ്യൻസിനെ ഈ വ്യക്തിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഈ പേഷ്യൻസിന് ഈ ഡോക്ടറിനോടൊപ്പം തന്നെ ഈ എന്താ പറയാ ഇത്തരത്തിലുള്ള നൂതന തരത്തിലുള്ള മെഷീൻസിന് പ്രവർത്തിപ്പിക്കാനായിട്ടും ഈ നഴ്സിന് സാധിക്കും. ആ രീതിയിലേക്ക് അവരെ സെലക്ട് ചെയ്യുകയും അപ്പോയിന്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്താ സ്റ്റാഫിംഗ് പ്രോസസ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? സ്റ്റാഫിംഗ് പ്രോസസ് ക്ലിയർ ആയോ? എന്തെങ്കിലും ചോദിക്കാം? ഇന്നത്തെ ഭാഗത്തു നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ചോദിക്കാട്ടോ. നമുക്ക് നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു ഇത് തീരെയാണ് ഇന്നത്തോടുകൂടി. ഞാൻ മറ്റൊരു തുടങ്ങി വയ്ക്കാന്ന് വെച്ചെങ്കിലും സമയമില്ല. എന്തായാലും നമ്മൾ ഇത്തിരി സ്പീഡിൽ എടുത്തിട്ട് കൂടിയാണ് അത് അത്രയും ഇതിൽ പോയത്. അതായത് 1-2 പേജ് തിരുത്താനുള്ള സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. അത്യാവശ്യം ഡിസ്കസ് ചെയ്തിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യം കേട്ടോ. ഇന്ന് ഞാൻ എടുത്ത പോർഷൻസ് ഇത്തിരി ലോങ് ആണെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു പോർഷൻസ് ആണ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്, നഴ്സിംഗ് സൂപ്പർവൈസർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്, നഴ്സിംഗ് ഇൻചാർജ് തുടങ്ങി ഞാൻ വളരെ സ്ലോവിലാണ് നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ഇനി പിന്നെയും ഇരുത്തി വായിക്കേണ്ടത് എന്ന് തോന്നുന്നത് എന്താ പറയുക നഴ്സിംഗ് സൂപ്പർവൈസറും നഴ്സിംഗ് സൂപ്രണ്ടന്റും ആണ്. അതിലെ പോയിന്റ്സ് അതുപോലെ തന്നെ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇനിയും 2-3 മിനിറ്റ് ഉണ്ട്. നിങ്ങൾ എന്താ പറയുക ഡൗട്ട് അടിച്ച് നിൽക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേമാതിരി ക്ലിയർ ചെയ്ത് പോകാം. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത മാറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്റെ ക്ലാസ് ഒന്നും കൂടി സാധാരണ റെക്കോർഡ് ചെയ്യാറുണ്ടല്ലോ അല്ലെ? ക്ലാസ് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂ എഡ്യൂക്കേഷൻ, ഇത് പറയുന്ന ഓരോ രീതിയിലുള്ള ഓരോ ഇതാണ്. അതായത് ഓരോ ട്രെയിനിങ് നേച്ചറാണ് അവർ പറയുന്നത്. ഒന്ന് ജോലിയോട് കൂടിയിട്ട്, അതല്ലെങ്കിൽ എന്താ പറയുന്നത് ഫസ്റ്റ്ലി എന്താ പറയുന്നത് നമ്മൾ വ്യക്തിയുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ട്രെയിനിങ് പഠിക്കുന്നത്, പിന്നെ എന്താ പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ജോലിയോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ഉള്ളതുണ്ട്, അതേപോലെ തന്നെ സർവീസിനോടൊപ്പം പഠിക്കുന്നതുണ്ട്. എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് കൊണ്ടൊന്നും ഡിസ്കസ് ചെയ്ത് തീരില്ല. എന്തായാലും നിങ്ങൾ ക്ലാസ്സുകളിലും കൂടി എന്റെ ക്ലാസ്സും കൂടി ഒന്നും കൂടി കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. കാരണം ക്ലാസ്സിൽ എന്തായാലും ഇത് ചെയ്തിട്ടുണ്ടാവും, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും.
രണ്ടു പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും ചെറിയ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ടീച്ചേഴ്സും എന്താ പറയുക, നമ്മൾക്ക് പിന്നിൽ റെഡിയായി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് നമുക്കൊട്ടും സമയമെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ചെറിയൊരു മേഖലയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം, ചോദിക്കുമോ? മറ്റേത് എന്തായാലും ക്ലാസ്സിൽ റെക്കോർഡ് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ലേബർ റൂം പഠിപ്പിക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു തരാം, കുഴപ്പമില്ല. ടൈം വേണം, അതാണ് പ്രശ്നം. ഓക്കെ, എന്തെങ്കിലും ചെറിയ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ചെറിയ വ്യക്തികളുടെ ഡൗട്ടുകൾ കളയണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാനിത് പറയാതിരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞേക്കാം. എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്? ഈസ് ദ ട്രെയിനിങ് given to new employees by the employer in order to help in adjustment to their new job and familiarities with their new work environment and the people who are working around them. അതായത് ജോലി ചെയ്യുന്നതോടൊപ്പം, എല്ലാവരും വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെന്താണ് ഈ പേഴ്സൺസിനെ അല്ലെ, ഈ എംപ്ലോയീസിനെയും കൊണ്ടുപോയിട്ട് ഇന്ന രീതികളൊക്കെ അവരായിട്ട് ആ വർക്കിനോട് പൊരുത്തപ്പെടാനായിട്ട്, അപ്പൊ നഴ്സുമാരായതുകൊണ്ട് അവർക്ക് ആ മേഖലകളിലൊക്കെ പോയിട്ട് ഇന്ന രീതികൾ ഇവരിങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെ, ആ വർക്കുകാരോടൊപ്പം തന്നെ പോയി കണ്ടുപിടിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ് പറയുന്നത്. ഇനി ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഈ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്, ഇവർക്ക് ഇന്ന ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്, ഇന്ന റോളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതേ സമയം ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രോഗ്രാം ഗെറ്റ് ന്യൂലി ഹയർഡ് എംപ്ലോയീസ്, അവരെ ആക്ച്വലി എന്താ പറയുക, പുതിയതായിട്ട് എംപ്ലോയീസ് ആയിട്ട് അവര് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവർക്ക് ആ ചുമതലകൾ കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇനി സർവീസ് എഡ്യൂക്കേഷൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, before providing job setting closely identify service in order to help a person to discharge these duties or effectively as a person's and work. അതായത് ഇപ്പൊ ഒരു വ്യക്തിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ക്ലോസ്ലി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്ക് സർവീസ് മൈൻഡോടുകൂടി സേവനത്തോടുകൂടി ചെയ്തു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പരിചയപ്പെടുത്തുന്ന രീതിയാണ് ഇത് സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഡിസ്കസ് പ്ലാന്റ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അതായത് ഇതേമാതിരി തന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്യൂട്ടീസ് ഇവര് എഡ്യൂക്കേഷനിലും ഒക്കെയാണെന്ന് ഇവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരെ എന്താണ് വർക്കിന് ചേർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തിരി കൂടി എന്താ പറയാ, നമ്മൾ നേരത്തെ പറയുന്നത് കുറച്ച് കൂടുതൽ ഇവരിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ ഇവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഇവർ ഓക്കെ ആണോ, ഇത്തരം വർക്കുകളൊക്കെ ഏൽപ്പിച്ച് ഇവർ ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇതിൽ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ അല്ലാതെ ഇവർ ഇട്ടിറങ്ങിട്ട് പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് ഇവര് സർവീസിൽ ഇത് സേവനം ചെയ്യാനായിട്ട് ഇവർ ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ, അതായത് ആക്ച്വലി ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മള് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അവർക്ക് എന്താണ് എക്സ്പീരിയൻസിന്റെ ആവശ്യമാണ് അല്ലെ. അപ്പൊ ആ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് ജസ്റ്റ് നഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ സാലറിക്ക് അത്രയും കൊടുക്കുന്നു വരില്ല, പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയാണ് ഇത് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ. ബ്രീഫ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾ എന്താ പറയുക ക്ലാസ് മോഡിൽ കേട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ശരി, കഴിഞ്ഞു. നെക്സ്റ്റ് പേഴ്സൺ. ബൈ. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ പറയുക ലേബർ റൂം കൊണ്ടുവരണേ.